ഞാൻ നാളെ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവാണ് കേട്ടോ. അതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്ന് നല്ല അടിപൊളി മഴയായിരുന്നു. കുറേ നേരം മഴയൊക്കെ ആസ്വദിച്ച് ഞാൻ കിടന്നുറങ്ങി. ഗുഡ് മോർണിംഗ്. ഞാനിന്ന് ചുമ്മാ രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാട്ടോ. ഇന്നലെ നല്ല മഴയായിരുന്നുകൊണ്ട് തന്നെ രാവിലെ കൂടെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ബാംഗ്ലൂർ വന്നുകൊണ്ട് ഞാൻ ഹോട്ടലൊന്നുമല്ല താമസിച്ചത്. ഞാൻ ഇതിന് മുന്നേ നിന്നിരുന്ന ഹോസ്റ്റലിൽ ഇങ്ങനെ ഡെയിലി റെൻറ്റിന് റൂം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ആട്ടോ താമസിച്ചത്. ലേഡീസിന് മാത്രമാണ് അവിടെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുഡൊന്നും ഇൻക്ലൂഡഡ് അല്ല കേട്ടോ. ഞാൻ വേണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ഹോസ്റ്റൽ MG റോഡിൽ തന്നെയുണ്ട്, എങ്ങോട്ട് പോകാനും എളുപ്പമാണ് കേട്ടോ. ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ടാപ്സിസ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ടീം ഇന്ന് എന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ചിട്ടുണ്ട്. അവരോട് പറയാതെ വന്നതിന് നല്ല കലിപ്പുണ്ട്. അപ്പോൾ എന്താണെങ്കിലും അവരെ കാണാനാണ് ഇപ്പോൾ പോണത്. അങ്ങനെ 7 വർഷത്തിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് മീറ്റ് ചെയ്യാണ്. കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞാലി വന്നു. ആ കണ്ണാടി വെച്ചിരിക്കുന്നില്ലേ, അവൻ തന്നെ. 5 വയസ്സുള്ളപ്പോഴാട്ടോ ഞാനിവനെ ലാസ്റ്റ് കാണുന്നത്. എനിക്ക് വേണ്ടി ഹാഫ് ഡേ എടുത്ത് വന്ന എല്ലാവർക്കും ഇന്ന് ഫുൾ ഡേ ലീവായിട്ടുണ്ട്. കാരണം വേറെ ഒന്നുമില്ല, ഒരു ചായയിൽ തുടങ്ങി ഞങ്ങളതൊരു ബിരിയാണിയിലാണ് അവസാനിപ്പിച്ചത്. അങ്ങനെ കുറേ ടൈം അവരോട് സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങളെല്ലാവരും ബൈ പറഞ്ഞ് ഞാനിനി കമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ് കേട്ടോ പോണത്. ചെറിയ ഷോപ്പിംഗ് പരിപാടികളൊക്കെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും ഒന്നും നടന്നില്ല. പിന്നെ നേരെ ബ്രിഗേഡ് റോഡിലേക്ക് തിരിച്ചു പോയി. അവിടെ എത്തിയപ്പോഴാണെങ്കിൽ ചെറുതായിട്ട് മഴയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡിന്നറിന് എൻ്റെ ഒപ്പം എൻ്റെ ഫ്രണ്ട് ജയ്യും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. അവസാനം എനിക്ക് പോകാനുള്ള സമയമായി. നേരെ റൂമിൽ പോയി ലഗേജൊക്കെ എടുത്തു. ഇനി നേരെ സാറ്റലൈറ്റ് ബസ് സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോണത്. എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ ബാംഗ്ലൂർ വന്നതെങ്കിലും ഈ വന്ന ദിവസങ്ങൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പഴയ സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റി, കുറേ പേരെ മീറ്റ് ചെയ്യാൻ പറ്റി. എന്നാണെങ്കിലും ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണ് ബാംഗ്ലൂരിൽ തിരിച്ചു പോണേ. നമുക്കപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.